ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ചട്ടി ഉണ്ടല്ലോ, ചട്ടി നന്നായിട്ട് മയക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്നും അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ വാങ്ങിച്ച ചട്ടികളാണ് കേട്ടോ ഇത്. ഒരു മൺകലം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ 2-3 ഗ്യാസിൽ വെക്കുന്നതും അടുപ്പി വെക്കുന്നതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ മീൻകറി വെച്ചോണ്ടിരുന്ന ചട്ടി പൊട്ടിപ്പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പം എന്നും വിചാരിക്കും ചട്ടി വാങ്ങണമെന്ന്. ഇനി ഇത് മയക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ചട്ടികളിലെല്ലാം കുറച്ച് നേരം വെള്ളം ഒഴിച്ചൊന്ന് വെച്ചേക്കണം. പലരും പല രീതിയിലാണ് മയക്കി എടുക്കുന്നത്. നമ്മൾ എളുപ്പ രീതിയിൽ എങ്ങനെ പെട്ടെന്ന് മയക്കി എടുക്കാന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളിത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അങ്ങനെ താണ്ടെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എങ്കിലും വെച്ചേക്കാം. നമുക്ക് ചോർച്ച ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം. നമ്മളിനി ചില ചട്ടികൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴായിരിക്കും ചോർച്ച ഉള്ളത് അറിയുന്നത്. അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. ചോർച്ചയൊന്നും ഇല്ലെന്നറിയുമ്പോൾ നമുക്ക് പിന്നെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ചിലരെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ഒഴിപ്പിച്ച് തിളയ്ക്കും, ചിലർ തേയില വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കും. നമുക്ക് ചട്ടി ജസ്റ്റ് ഒന്ന് മയക്കി എടുത്താൽ മാത്രം മതി. ഇത് എളുപ്പ പണിയാണ് കേട്ടോ ഈ വെള്ളം തിളപ്പിക്കുന്നത്. വെള്ളം വെട്ടി തിളപ്പിക്കുന്ന തന്നെ അതിനകത്തുള്ള പൊടിയും പൊട്ടും മണ്ണും എല്ലാം അങ്ങ് പോയി കിട്ടും കേട്ടോ. നമ്മളിപ്പം ഗ്യാസിൽ വെക്കുന്നത് മേടിച്ചിട്ടുണ്ട്, അടുപ്പിൽ വെക്കുന്നത് മേടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് അടുപ്പിനകത്തോട്ട് വെച്ച് നല്ലതായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ വെക്കുന്നതിലും കുറച്ചും കൂടെ താഴെ വരുന്ന വിധം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതിന്റെ പൊടിയും എല്ലാം അങ്ങ് മാറി കിട്ടും അന്നേരം. ചിലർ കഞ്ഞിവെള്ളം ഒഴിക്കും, തേയില വെള്ളം ഒഴിക്കും. നമ്മൾ കടയിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് കഞ്ഞിവെള്ളം തിളപ്പിച്ചൊഴിക്കുന്നതാണ്. പലരും പല രീതിയാണ്. ഇത് നമ്മളിപ്പോൾ എളുപ്പ പണിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ചട്ടി മയക്കാൻ ആരും പ്രയാസപ്പെടണ്ട. ഇങ്ങനെ പെട്ടെന്ന് തന്നെ വെള്ളം തിളപ്പിച്ചൊന്ന് എടുത്താൽ മതി. അങ്ങനെ അതാണ്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ കേട്ടോ. അങ്ങനെ താണ്ടെ നമ്മളെ ചട്ടിയിലെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ. ആദ്യത്തെ പാത്രത്തിലെ വെള്ളം വെട്ടി തിളപ്പിച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്. ഒരു ദിവസം ഫുൾ ആ വെള്ളം അതിനകത്ത് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കെടുത്ത് കളയാം. പിറ്റേ ദിവസം വേണമെങ്കിൽ ഒന്നും കൂടെ വെട്ടി തിളപ്പിക്കാം കേട്ടോ. അങ്ങനെ താണ്ടെ ഇനി ഞാൻ മേടിച്ചൊരു മൺകലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒരിക്കലും നിങ്ങൾ കളയല്. ഒരു ദിവസം പൂർണ്ണമായിട്ട് ഈ വെള്ളം അതിനകത്ത് തന്നെ വെച്ചേക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കളഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ചകിരി വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ച് തേച്ച് കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. അതാണ്ട് കലം വെച്ചിട്ടുണ്ട്. ഇനി 2-3 ചട്ടികളൊക്കെ നമുക്കൊന്ന് ഇതണക്കെ ആക്കിയെടുക്കാം. ഇനി ഗ്യാസിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ. ഗ്യാസിൽ ഇതണക്ക് വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നിടം വരെ ഒന്നാക്കി ഒരു ദിവസം ഫുൾ അതിനകത്ത് തന്നെ അങ്ങ് വെച്ചേക്കുക. ഈ വെള്ളമൊക്കെ വെട്ടിത്തിളച്ച് ഒരു ദിവസം ഫുള്ള് വെച്ചതിന് ശേഷം പിറ്റേന്ന് നന്നായിട്ട് ചട്ടി കഴുകി വെയിലത്ത് വെച്ച് ഈ ഒന്ന് നല്ലതായിട്ട് ഉണക്കിയെടുത്ത് അപ്പോഴേക്കും നമ്മളെ ചട്ടി നന്നായിട്ട് മയക്കി കിട്ടും കേട്ടോ.